എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പോസ്റ്റൽ ഡിപ്പോസിറ്റ് സ്കീംസിനെ കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ ഈ ന്യൂ ജനറേഷൻ സ്കീംസിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പല രീതിയിലും പറയുമ്പോഴത്തേക്കും പോസ്റ്റൽ ഡെപ്പോസിറ്റ് സ്കീംസിനെ കുറിച്ച് വളരെ ചുരുക്കമേ നമ്മൾ കാണാറും കേൾക്കാറുള്ളൂ. ഈ റിസർച്ച് നടത്തിയപ്പോഴാണ് ഞാനും പല കാര്യങ്ങളും പോസ്റ്റൽ ഡെപ്പോസിറ്റ് സ്കീംസിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് സ്ട്രെയിറ്റ് അവേ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും പാസ് ഓൺ ചെയ്യാമെന്നാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഇത് നമ്മുടെ മലയാളം ചാനലാണ്. ഇതല്ലാതെ വേറൊരു ഇംഗ്ലീഷ് ചാനൽ കൂടി നമുക്കുണ്ട്. മലയാളം ചാനൽ ഭയങ്കര പുതിയൊരു ചാനലാണ്. ഇംഗ്ലീഷും പുതുതാണ്, പക്ഷേ കുറച്ചും കൂടി ഒരു പഴക്കം ഇംഗ്ലീഷ് ചാനലുണ്ട്. ഒരു 2 മന്ത്സിൻ്റെ പഴക്കം ഇംഗ്ലീഷ് ചാനലുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് അവേ പോസ്റ്റൽ ഡിപ്പോസിറ്റ് സ്കീംസിനെ കുറിച്ച് കിടക്കാം. അപ്പോൾ നമുക്ക് സ്കീംസിലേക്ക് നേരെ കിടക്കാം. ഞാൻ ലാപ്ടോപ്പ് ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പെട്ടെന്ന് കാണാതെ പഠിച്ച് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു വളരെ ചുരുക്കം ടൈമിൽ. അപ്പോൾ ഞാൻ വിചാരിച്ച് ലാപ്ടോപ്പ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ പെട്ടെന്ന് മൂവ് ചെയ്യുകയും ചെയ്യും. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ പോസ്റ്റൽ ഡിപ്പോസിറ്റ് സ്കീംസ് എന്ന് പറയുന്നത് 9 പോസ്റ്റൽ ഡിപ്പോസിറ്റ് സ്കീംസ് നമുക്കുണ്ട്. പറഞ്ഞ പോലെ ഇന്ത്യ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ബാങ്കായിട്ട് മാറിയായിരുന്നു ഒരു 2-3 ഇയേഴ്സ് മുമ്പ്. അത് ഏറ്റവും കൂടുതൽ റൂറൽ പെനിട്രേഷൻ ഉള്ളൊരു ബാങ്കായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യയിൽ. ഒരു നോർമൽ ബാങ്ക് എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ബാങ്കും അത് നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഈ വീഡിയോക്കകത്ത് നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മൾ അതിൻ്റെ ലിങ്ക്സ് കൊടുത്തിരിക്കുകയായിരിക്കും. നിങ്ങൾ നേരെ പോയി ചെക്ക് ചെയ്യുക. ആ ബാങ്കിൻ്റെ എന്തൊക്കെ ഓഫേഴ്സ് ഉണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ സർവീസസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ക്ലിയർലി ആ ലിങ്കിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 9 സ്കീംസാണ് നമുക്ക് പോസ്റ്റ് ഓഫീസ് ഡിപ്പോസിറ്റ് സ്കീംസ് ഉള്ളത്. അതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്കീം എന്ന് പറയാൻ സാധിക്കുന്നത് സീനിയർ സിറ്റിസൺ സേവിങ് സ്കീംസ് ആണ് ഇതിൻ്റെ പേര്. ഇതിനകത്ത് നമുക്ക് ഇപ്പം നോർമൽ ബാങ്ക്സിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഓഫർ ചെയ്യുന്നത് പല ചെറിയ ബാങ്ക്സ് ആയിരിക്കും. ഇസാഫ് ബാങ്ക് അല്ലെങ്കിൽ അതേപോലത്തെ വളരെ ചെറിയ ബാങ്ക്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഓഫർ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് അതേ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് ഈ സീനിയർ സിറ്റിസന് ഈ ഒരു ഓപ്ഷനകത്ത് കിട്ടുന്നത്, വിച്ച് ഇസ് 7.4% സീനിയർ സിറ്റിസൺ സേവിങ് സ്കീംസ് ഓപ്ഷനകത്തുണ്ട്. മിനിമം ഇതിനകത്ത് എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 1000 rupees. ഏറ്റവും മാക്സിമം ഇതിനകത്ത് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 15 lakhs ആണ്. അപ്പോൾ ഈ സീനിയർ സിറ്റിസൺ എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഉദ്ദേശിക്കുന്നത് 60 വയസ്സിൽ കൂടുതലുള്ള എല്ലാവരുമാണ് സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത്. ഏജ് ഓഫ് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് 60 years ആണ്. ഇൻട്രസ്റ്റ് പേയബിൾ എന്ന് പറയുന്നത് ക്വാർട്ടർലി ആണ്. എല്ലാ 3 മാസം കൂടുമ്പോഴായിരിക്കും ഇൻട്രസ്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് പേയബിൾ ആയിട്ട് അവർ കൊടുക്കുന്നത്. നമുക്കിത് 2 ഓപ്ഷൻ ഉണ്ട്. എയ്തർ നമ്മൾ ജോയിൻ്റ്ലി ഓപ്പറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ സിംഗിളായിട്ടും ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും മാക്സിമം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് 15 lakhs ആണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിനകത്ത് ലോക്ക്-ഇൻ പീരീഡ് ഉണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഏത് എമൗണ്ടും അതിനകത്ത് ലോക്ക്ഡ് ആയിരിക്കും. 5 വർഷത്തേക്കായിരിക്കും സീനിയർ സിറ്റിസൺ ഇത് ലോക്ക്ഡ്. പക്ഷേ ലോക്ക്ഡ് ആണെങ്കിലും ഇതിൻ്റെ അഡ്വാൻറ്റേജ് 7.4% ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ലോക്കിൻ ആകുമ്പോഴത്തേക്കും വലിയൊരു ഡിഫറൻസ് വരാൻ ചാൻസ് ഇല്ല, വലിയൊരു ഇമ്പാക്റ്റ് വരാനുള്ള ചാൻസ് ഇല്ല. ഇത് പ്യുവർലി സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും സീനിയർ സിറ്റിസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അവരിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ചിന്തയിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഏറ്റവും ആദ്യം സീനിയർ സിറ്റിസൺ സേവിങ് സ്കീംസ് ആണ് പോസ്റ്റൽ ഡെപ്പോസിറ്റ് സ്കീംസിൽ ഏറ്റവും അടിപൊളി ഓപ്ഷൻ. ഇനി രണ്ടാമത്തെ ഒരു നല്ലൊരു സ്കീം പോസ്റ്റൽ സ്കീംസിലെ ഓഫറിംഗ് എന്താണെന്ന് വെച്ചാൽ സുകന്യ സമൃദ്ധി അക്കൗണ്ട് എന്നുള്ളൊരു അക്കൗണ്ടാണ്. ബേസിക്കലി ഇത് നിങ്ങളുടെ വീട്ടിൽ കൊച്ചു പെൺകുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, പെൺകുട്ടികളാണല്ലോ നമ്മുടെ വീട്ടിൽ ഏറ്റവും വലിയ ഐശ്വര്യം അല്ലേ. അപ്പോൾ കൊച്ചു പെൺകുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ 10 വയസ്സ് താഴെയാണ് അവരെന്നുണ്ടെങ്കിൽ അവർക്കാണ് ശരിക്കും ഈ സ്കീം കുറച്ചും കൂടി എഫക്റ്റീവും യൂസ്ഫുൾ ആവുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകം ഗവൺമെൻറ് ഈ സ്കീംസ് കൊണ്ടുവന്നിരിക്കുന്നത്. ശരിക്കും ഈ സ്കീംസിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 7.6% ആണ്. അതിനകത്ത് ഏറ്റവും മിനിമം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 250 rupees ആണ്. വെറും 250 rupees ആണ്. അതിനകത്ത് ഏറ്റവും മാക്സിമം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് 1,50,000 ആണ്. അപ്പോൾ ഇതിൻ്റെ നോക്കുമ്പോഴത്തേക്കും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഏജ് എന്ന് പറയുന്നത് 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഇതുള്ളത്. രണ്ടാമതെന്ന് പറയുന്നത് ഈ ഇൻട്രസ്റ്റ് വരുന്നത് എവ്രി ഇയർ അത് കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവ്രി ഇയർ അത് കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഈ പെൺകുട്ടി 21 വയസ്സ്, കൊച്ചുകുട്ടി 21 വയസ്സാകുമ്പോഴത്തേക്കായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് മെച്യൂർ ആവുന്നത്. അതിൻ്റെ ഒരു പോയിന്റ് എനിക്ക് തോന്നുന്നത് കൂടുതലും എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു മാരേജ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലേക്കായിരിക്കും ശരിക്കും ഗവൺമെൻറ് പോസ്റ്റൽ ഓഫീസും ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ളൊരു കാരണം. മാരേജിനേക്കാളും ഉപരി എനിക്ക് തോന്നുന്നത് കൂടുതലും പെൺകുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഫോക്കസ് ആയിരിക്കണം. അതാണല്ലോ ഏറ്റവും വലിയ വുമൺ എംപവർമെന്റ് അല്ലേ. അപ്പോൾ 21 വയസ്സിൽ ചിലപ്പോൾ ഈ കുട്ടികൾ പഠിക്കാനുള്ളൊരു മെച്യൂരിറ്റിക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡെപ്പോസിറ്റ് മെച്യൂർ ആവുന്നത്.
അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതിനകത്തുള്ളൊരു മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവിടെ പറ്റിയ എമൗണ്ട് എന്ന് പറയുന്നത് 1,50,000 ആണ്. ഇതിന്റെ വേറെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടാക്സ് ബെനിഫിറ്റ് EEE എന്ന് പറയും. EEE എന്ന് പറയുന്നത് 3 സ്ഥലത്തും എക്സെംഷൻ കിട്ടും. ആ 3 സ്ഥലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇടുന്ന ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇടുന്ന എമൗണ്ട് എക്സെംപ്റ്റഡ് ആയിരിക്കും, ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്ന എമൗണ്ട് എക്സെംപ്റ്റഡ് ആയിരിക്കും, അറ്റ് ലാസ്റ്റ് ഈ പറയുന്ന മെച്ചൂരിറ്റി വരുമ്പോഴത്തേക്കും ആ മെച്ചോർഡ് എമൗണ്ട് ഫുള്ളി എക്സെംപ്റ്റഡ് ആയിരിക്കും. അങ്ങനെയാണ് ഈ EEE എന്ന് പറയുന്ന ടാക്സ് എക്സെംഷൻ ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ആദ്യം എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് 10 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടി ഉണ്ടാവണം. പിന്നെ അതല്ലാണ്ട് ടാക്സ് ബെനിഫിറ്റ്സും ഇതിനകത്തുണ്ടെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഒരു ബെസ്റ്റ് പാർട്ട്. എനിക്ക് തോന്നുന്നു ഈ എല്ലാ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസും പോസ്റ്റൽ ഓഫീസ് സ്കീംസ് നോക്കുമ്പോഴത്തേക്കും ഇതാണ് ഏറ്റവും സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്നത്. കാരണം ഇങ്ങനത്തെ ഓപ്ഷൻസ്, പ്രത്യേകിച്ച് കൊച്ചു പെൺകുട്ടികൾക്കുള്ള ഓപ്ഷൻസ് നമുക്ക് വേറെ മാർക്കറ്റിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു കൊച്ചു പെൺകുട്ടികളുടെ പേരന്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾ നോക്കേണ്ടതാണ്. ഇനി പോസ്റ്റൽ സേവിംഗ് സ്കീംസിന്റെ 3ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്താണെന്നുള്ളത്. 15 ഇയേഴ്സ് പ്രോഡക്റ്റ് ആണ്. പോസ്റ്റൽ ഓഫീസിന് ഇതിന് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 7.1% ആണ്. ഏറ്റവും മിനിമം നമുക്ക് 500 രൂപ തുടങ്ങി നമുക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ എമൗണ്ട് എന്ന് പറയുന്നത് 1.5 lakhs ആണ്. PPFനെ പല PPFs നമ്മൾ കണ്ടു കാണും. അതിനകത്തൊരു ക്യാച്ച് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ഇയേഴ്സിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ലിക്വിഡിറ്റിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. 15 ഇയേഴ്സ് ആണ് അതിൻ്റെ ടോട്ടൽ ടെന്യൂർ എന്ന് പറയുന്നത്. പക്ഷേ PPFന് ഈസിലി ടാക്സ് ബെനിഫിറ്റ്സ് അവൈലബിൾ ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞ EEE എക്സംഷൻ എന്ന് പറയുന്ന ടാക്സ് ബെനിഫിറ്റ് PPFന് അവൈലബിൾ ആണ്. അണ്ടർ സെക്ഷൻ 80C ടാക്സ് ബെനിഫിറ്റ്സും PPFന് ഉണ്ട്. അപ്പോൾ പോസ്റ്റൽ ഡെപ്പോസിറ്റ് സ്കീംസിൽ 3ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടാണ്. ഇനി 4ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 5 years NSC നാഷണൽ സേവിംഗ് സ്കീംസ് ആണ്. അത് നമ്പർ 8 ഇഷ്യൂസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. നമ്പർ 8 എന്ന് പറയുന്നത് അവരുടെ ഒരു നമ്പറാണ്. ഇതിന് മുമ്പ് വേറെ 8 ഇഷ്യൂസ് വന്നിരുന്നു തോന്നുന്നു, എനിക്കറിയില്ല, അത് 100% എനിക്ക് ഉറപ്പല്ല, അതൊന്ന് ചെക്ക് ചെയ്യണം. പക്ഷേ ഇത് 8th ഇഷ്യൂ ആണ് ഇത് വന്നിരിക്കുന്നത്. അതിനകത്തുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 6.8% ആണ്. അതിനകത്ത് ഉള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ 1,000 rupees ആണ് നമുക്ക് ഏറ്റവും മിനിമം നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റിയ മിനിമം എമൗണ്ട്. ഇനി ഏറ്റവും മാക്സിമം നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ ലിമിറ്റ് ഇല്ല. എത്ര വേണമെങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ, കോടികൾ വരെ ഡെപ്പോസിറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. ഇതിനകത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് നമ്മൾ പെയ്ഡ് അല്ല, അത് ബേസിക്കലി റീഇൻവെസ്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എഫക്റ്റ് കിട്ടും ഇതിനകത്ത്. ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമുക്ക് ഈ ലോക്കിൻ ഉണ്ടാവും. ഇതിനകത്തൊരു ലോക്കിൻ പീരീഡ് 5 വർഷത്തെ ലോക്കിൻ പീരീഡ് ആണ് ഈ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് ഉള്ളത്. അറ്റ് ദ സെയിം ടൈം ഇതിന് ടാക്സ് ബെനിഫിറ്റും നമുക്ക് റെഡിലി അവൈലബിൾ ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ 80C ബെനിഫിറ്റ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതാ ഞാൻ പറഞ്ഞു, ഇത്രയും ടാക്സ് ബെനിഫിറ്റ്സ് ആയ, ഇത്രയും EEE എക്സെംഷൻസ് ഉള്ള വേറെയും സ്കീംസ് പോസ്റ്റൽ ഓഫീസിൽ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് പലർക്കും അതറിയില്ല. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാനൊന്ന് തീരുമാനിച്ചത്. അപ്പോൾ 4ാമത്തെ ഓപ്ഷൻ മറക്കണ്ട, 5 years NSC ആണ്. അതിൻ്റെ 8th ഇഷ്യൂ ആണ്. ഇനി 5ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ടൈം ഡെപ്പോസിറ്റ്സ് ആണ്. നാഷണൽ ടൈം ഡെപ്പോസിറ്റ്സ് ആണ്. ഇനി ടൈം ഡെപ്പോസിറ്റ് എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമലി ബാങ്ക്സിലുള്ള ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ് ഇല്ലേ, അതിനെയാണ് ബേസിക്കലി ടൈം ഡെപ്പോസിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പല റേഞ്ച് ഓഫ് ടൈം ഡെപ്പോസിറ്റ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് നമ്മുടെ ബാങ്കിലുള്ള പോലെ തന്നെ 6 മാസം, 3 മാസം, 1 year, 5 years അങ്ങനത്തെ പല ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ് ഉണ്ട്. എന്ന് കണക്ക് തന്നെ നമുക്ക് പോസ്റ്റൽ സേവിംഗ് സ്കീമിൽ നമുക്ക് ടൈം ഡെപ്പോസിറ്റ്സ് ഉള്ളത് ഇതേപോലെ പല ടെന്യൂറിലുള്ളതാണ്. അതിൻ്റെ റേഞ്ചിങ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും മിനിമം 5.5ഉം ഏറ്റവും മാക്സിമം 6.7 എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. 1,000 rupees ആണ് നമ്മുടെ ഏറ്റവും മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട്. മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ഇതും മറ്റേത് പറഞ്ഞ പോലെ തന്നെ എത്ര വേണമെങ്കിലും ആവാം, കോടികളും ആവാം. ഇനി ഈ ടൈം ഡെപ്പോസിറ്റിനകത്ത് നമ്മളൊരു 5 years സ്കീം എടുക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ ബാങ്ക്സും കൊടുക്കുന്ന പോലെ 80C ബെനിഫിറ്റ് പോസ്റ്റൽ ഓഫീസും കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് 5 years ലോക്കിൻ ആണ്, അത് നമ്മൾ മറക്കരുത്. ഇതിന്റെ ടെന്യൂർ എന്ന് പറയുന്നത് 1 വർഷം, 2 വർഷം, 3 വർഷം അല്ലെങ്കിൽ 5 വർഷം എന്നുള്ള ഒരു ടെന്യൂറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ പറയുന്ന എല്ലാ സാധനത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. പല കാര്യങ്ങളും നമ്മൾ ഇൻഫോംഡ് അല്ല, ആ കാര്യങ്ങൾ നമ്മൾ റെഡിലി ഇൻഫോംഡ് ആവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോയിന്റ്. ഇനി 5ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇഗൈൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഓപ്ഷനാണ്. അത് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതിനകത്ത് 6.6% ഇൻട്രസ്റ്റ് റേറ്റ് ആണ് പോസ്റ്റ് ഓഫീസ് കൊടുക്കുന്നത്. 6.6 വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ട് ഉള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. കമ്പയർ ടു എനി അതർ ബാങ്ക് അത് വളരെ ഡീസെന്റ് ആയിട്ടൊരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. 1000 രൂപ തുടങ്ങിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ്, ഏറ്റവും ബെയർ മിനിമം ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അറ്റ് ദ സെയിം ടൈം ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇതിനകത്തൊരു ലിമിറ്റ് ഉണ്ട്. അത് ഒരാളായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ്, ഒരാളായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു സ്കീം ആണെങ്കിൽ അതിന് 4.5 lakhs, 2 ഒരുമിച്ച് അപ്ലൈ ചെയ്യുക, ഞാനും എൻ്റെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും കൂടി ഒരുമിച്ച് അപ്ലൈ ചെയ്യുന്ന ഒരു സ്കീമാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉള്ള ലിമിറ്റ് എന്ന് പറയുന്നത്, അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 9 lakhs ആണ്.
ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് പോലെ തന്നെ മന്ത്ലി ആയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുക എന്നുള്ളതാണ്. അത് ടാക്സബിൾ ആണ്. നമ്മൾ ഏത് ടാക്സ് ബ്രാക്കറ്റിലാണോ ആപ്ലിക്കബിൾ അതിൻ്റെ ആ ബേസിസിൽ അത് ടാക്സബിൾ ആയിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ സ്കീമിൽ. ഇതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഓട്ടോ ക്രെഡിറ്റ് ആണ്. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഏത് പോസ്റ്റ് ഓഫീസിലാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത് അതേ പോസ്റ്റ് ഓഫീസിലേക്ക് അതേ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവർ ഓട്ടോ ക്രെഡിറ്റ് ചെയ്യും. നമ്മളൊന്നും ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അപ്പോൾ 5 years ആണ് ഇതിൻ്റെ ഒരു ടെന്യൂർ. അപ്പോൾ പോസ്റ്റ് ഓഫീസിൻ്റെ എനിക്ക് തോന്നുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള എഗെയിൻ ഒരു വേറെ പ്രൊഡക്റ്റാണ് നമ്മൾ ഈ പറയുന്ന പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം. ഡെഫിനറ്റ്ലി നമ്മൾ ചെക്ക് ചെയ്യുക. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കിസാൻ വികാസ് പത്രയാണ്. കിസാൻ വികാസ് പത്ര നിങ്ങളെല്ലാവരും കേട്ട് കാണും. അതിനകത്ത് ഓൾറെഡി നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ നിലവിലുള്ളത് 6.9 ആണ്. ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വളരെ റീസെൻ്റ്ലി കറക്റ്റഡ് ആയതാണ്, കുറച്ച് കുറഞ്ഞതാണ്. ഇതിനേക്കാളും മുമ്പ് ഇതിനെല്ലാം കുറച്ചും കൂടി ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം RBI ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ നെഗ്ലിജിബിളായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആസ് ഓഫ് നൗ കിസാൻ വികാസ് പത്രയുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 6.9% ആണ്. ഇതിനകത്ത് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 1000 rupees ആണ്. മാക്സിമത്തിന് ലിമിറ്റ് ഇല്ല, എത്ര വേണമെങ്കിൽ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു ഫീച്ചർ എന്ന് പറയുന്നത് എമൗണ്ട് ഇൻവെസ്റ്റഡ് വിൽ ഡബിൾ ഇൻ 124 months ആണ്. അതൊരു ഡബിളിംഗ് ഫോർമുലയാണ്. 6.9% ആനുവലി കോമ്പൗണ്ട് ചെയ്ത് തരികയാണെങ്കിൽ നമ്മുടെ 124 months എൻറ്റയർ എമൗണ്ട് ഡബിൾ ചെയ്യുകയാണ്. 124 months എന്ന് പറയുന്നത് 10 വർഷവും 4 മാസവുമാണ്. ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ. ഇതിൻ്റെ ചില ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ഇതൊരു പക്ക ഒരു പാസ്ബുക്ക് സോർട്ട് ഓഫ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. നമുക്കൊരു പാസ്ബുക്ക് തരുവാണ് അവർ. അറ്റ് ദ സെയിം ടൈം ഇത് നമുക്ക് എല്ലാ പോസ്റ്റ് ഓഫീസിൽ നിന്നും നമ്മുടെ നിയറസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ നമുക്ക് കിസാൻ വികാസ് പത്രയുടെ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് നോമിനേഷൻ്റെ ഫെസിലിറ്റി നമുക്ക് എല്ലാ ഡിപ്പോസിറ്റിലും ഉള്ള പോലെ ഇതിനകത്ത് നോമിനേഷൻ്റെ ഫെസിലിറ്റി ഉണ്ട്. ഇതിനകത്ത് വേറൊരു സാലിയൻറ്റ് ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ പേരിൽ നിന്ന് ഈ കിസാൻ വികാസ് പത്ര വേറൊരാളുടെ പേരിലേക്ക് മാറ്റാമെന്നുള്ളതാണ്. ഈ സർട്ടിഫിക്കറ്റ് എൻകാഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ടൈം പോസ്റ്റൽ ഓഫീസ് പറയുന്ന ഒരു ടൈം എന്ന് പറയുന്നത് 2.5 years ആണ്. 2 years 6 months ഇത് എൻകാഷ് ചെയ്യാനുള്ള ഒരു ടൈം പോസ്റ്റൽ ഓഫീസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറക്കണ്ട കിസാൻ വികാസ് പത്ര. ഇനി ബാക്കിയുള്ള 2 സ്കീം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പുതുതായിരിക്കില്ല. അത് ഓൾറെഡി പല ബാങ്ക്സും ഓഫർ ചെയ്യുന്ന സ്കീമാണ്. അതിലൊന്നെന്ന് പറയുന്നത് റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആണ്. റിക്കറിംഗ് ഡെപ്പോസിറ്റിൻ്റെ അക്രോസ് ഓൾ ബാങ്ക്സ് ഇൻട്രസ്റ്റ് റേറ്റ് വീണ പോലെ തന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വീണിട്ടുണ്ട്. 5.8% ആണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഉള്ളൂ. റിക്കറിംഗ് ഡെപ്പോസിറ്റ് നമ്മൾ മെച്യൂരിറ്റിക്ക് മുമ്പ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് എനിക്കറിയാം, എന്നാലും ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൻ്റെ പോസ്റ്റൽ ഓഫീസ് സ്കീം എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും മിനിമം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു എമൗണ്ട് റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ വെറും 100 രൂപയാണ്. ജസ്റ്റ് ഒരു 100 rupees ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു തെറ്റുമില്ലല്ലോ. അപ്പോൾ അത് ഏറ്റവും മിനിമം 100 രൂപയാണ്. അറ്റ് ദ സെയിം ടൈം ഏറ്റവും മാക്സിമം ലിമിറ്റ് ഈ പറയുന്ന പോലെ ഒരു ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സേവിങ്സ് അക്കൗണ്ട് ആണ്. നമ്മുടെ നോർമൽ സേവിങ്സ് അക്കൗണ്ട് ആണ്. എല്ലാ ബാങ്ക്സിലുള്ള പോലെ തന്നെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ബാങ്കിനെയും ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്. അതിനടുത്തുള്ള ഇൻട്രസ്റ്റ് റേറ്റ് അവർ പറയുന്നത് 4% ആണ്. 500 rupees ആണ് നമുക്ക് മിനിമം ബാലൻസ് അതിനകത്ത് കീപ്പ് ചെയ്യേണ്ടത്. പിന്നെ മാക്സിമത്തിന് ബാലൻസ് ലിമിറ്റ് ഇല്ല എല്ലാ സേവിങ്സ് അക്കൗണ്ടിലുള്ള പോലെ തന്നെ. ഞാൻ ഇതിനകത്ത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇതിനകത്ത് ഇന്റർനെറ്റ് ബാങ്കിങ് ഉണ്ട്. അങ്ങനെ എല്ലാം ഒരു ബാങ്കിനകത്ത് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടോ അതെല്ലാം നമ്മുടെ പോസ്റ്റ് ഓഫീസ് സ്കീംസിനകത്തും ഉണ്ട്. ഇനി പറഞ്ഞ സ്കീംസ് എല്ലാം അല്ലാതെ നമുക്ക് പ്രധാൻ മന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന എന്നൊരു ഇൻഷുറൻസ് സ്കീമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അതല്ലാതെ പ്രധാൻ മന്ത്രി സുരക്ഷ ബീമ യോജന എന്നൊരു സ്കീമുണ്ട്. അത് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ആണ്. ഇതൊക്കെ വളരെ നെഗ്ലിജിബിളായിട്ട് വളരെ ചെറിയ എമൗണ്ടിന് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള സ്കീംസാണ് പോസ്റ്റൽ ഓഫീസ് തരുന്നത് ഗവൺമെൻറ് ആയിട്ടുള്ള ടൈപ്പിൽ. അതല്ലാതെ അടൽ പെൻഷൻ യോജന എന്ന് പറയുന്നൊരു പെൻഷൻ സ്കീമും കൂടിയുണ്ട്. ഇത് റൂറൽ ഏരിയയിലേക്കുള്ള എല്ലാ ആൾക്കാർക്കും വളരെ വളരെ ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്ന ആൾക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്നൊരു ഓഫറാണ് ശരിക്കും പോസ്റ്റൽ ഓഫീസ് സ്കീംസിലുള്ളത്. ശരിക്കും ഇത്രയും സ്കീംസ് പോസ്റ്റ് ഓഫീസിൽ ഉണ്ടായിരുന്നതിനുള്ള എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. അതല്ലാതെ നമ്മുടെ എൻറ്റയർ തിങ് ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം വളരെ റിസർച്ച്ഡ് ആയിട്ട് ഒരു എക്സലിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ ഈസിയാണ്, കണ്ടു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്ക് നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സൽ ഷീറ്റ് അങ്ങനെ തന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐഡിയോ അങ്ങനെ വല്ലതും കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ടീം അതിനകത്തേക്ക് ഫുള്ളി അയച്ചു തരുകയും ചെയ്യും. അപ്പോൾ ഇത് ജസ്റ്റ് ഫോർ ഇൻഫർമേഷനാണ്. ഇൻ കേസ് എനി കൺസേൺസ് എനി ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് താങ്ക്സ്. ഇനി അടുത്ത പ്രാവശ്യം വളരെ ഇൻഫോർമേറ്റീവായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടൊരു അടുത്ത വീഡിയോ കൊണ്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ ഗുഡ് ബൈ.